ഇന്ന് നമുക്കൊരു കൂണ് കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ്. കൂണ് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. സവോളയൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇട്ട് ശരിക്കും വഴറ്റി കൊടുക്കാം. ഞാനൊരു അല്പം കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്ര ക്ലിയറാകുന്നൊന്നും അറിയത്തില്ല. അത്രയും മഴയാണ്. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഇളക്കി മൂപ്പിക്കാം. നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കൂണിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ശരിക്കും ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴത്തേനും കൂണ് കറി റെഡിയാവും. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പം കറിയൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി.